സ്ട്രെസ് മാനേജ്മെൻറ്റിന് പല രീതികൾ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഒന്നും നമ്മൾക്ക് കംപ്ലീറ്റായിട്ട് ചെയ്യാൻ കഴിയില്ല. സ്ട്രെസ്സ് കൂടുമ്പോൾ വെള്ളം കുടിക്കാൻ പറയുന്നുണ്ട്. പോയി കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ്സ് റിലീവ് ആവും എന്ന് പറയും. ബുക്ക് വായിച്ചാൽ സ്ട്രെസ്സ് റിലീവ് ആവും, മ്യൂസിക് കേട്ടാൽ ബട്ട് ഇതിലൊന്നും നമുക്ക് റിലീഫ് ഉണ്ടാവില്ല. ബിക്കോസ് പാട്ട് കേൾക്കുമ്പോൾ തന്നെ കുറച്ചുകൂടെ നമുക്ക് ആ ഒരു സങ്കടം കൂടുകയും വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് വേറെ എന്തോ പോലൊരു ശരീരം വീർത്ത് വരുന്ന ഒരു ഫീലിംഗ് ചിലർക്കുണ്ടാകുന്നത്. സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ ഏറ്റവും നല്ലത് നമുക്ക് മസാജ് ചെയ്യുന്നത്. അത് നമുക്ക് സ്വയം ചെയ്യുമ്പോൾ പകുതി വരെ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ടയേർഡാകും. വേറൊരു വ്യക്തി നമ്മൾക്ക് വേണ്ടി അത് ചെയ്തു തരുമ്പോൾ നമ്മളുടെ മസിൽസ് എല്ലാം കുറച്ചും കൂടെ റിലാക്സ് ആവുകയും ബ്ലഡ് സർക്കുലേഷൻ കുറച്ചും കൂടെ കൂട്ടിക്കൊണ്ടുവരാനും അപ്പം നമ്മളുടെ ആക്ടിവിറ്റീസ് കുറച്ചുകൂടെ നമുക്ക് ചെയ്യാനും ഒരു തരത്തിലുള്ളൊരു പ്രേരണയാവും നമുക്ക് പിന്നെയും ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഒരു ഹെൽപ്പ് മസാജ് കൊണ്ടും ഉണ്ടാവും. മസാജ് ചെയ്യുമ്പോൾ വാദത്തെ കുറേ കൂടെ നോർമലൈസ് ചെയ്യാനും പിത്തം അതിലൂടെ നോർമലൈസാവും, കഫം നോർമലൈസാവും, ബോഡി ആക്ടിവിറ്റീസ് കുറച്ചും കൂടെ നോർമലാക്കി കൊണ്ടുവരാൻ മസാജിന് കഴിയും. ഒരു 45 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 hour മസാജിൽ നമ്മൾക്കൊരു 3-4 ഡേയ്സ് അല്ലെങ്കിൽ 1 month 6 months വരെ റിലീവ് ആവും. അത് കഴിയുമ്പോൾ പിന്നെയും നമുക്ക് കുറച്ചുകൂടെ മസാജ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ബോഡിയിലുണ്ടാവുന്ന ടോക്സിൻസ് എല്ലാം നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയും. ഈ ഹെർബൽ ഓയിൽ വെച്ച് മസാജ് ചെയ്യുമ്പോൾ മസാജും ഹെർബൽ ഓയിലും കൂടെ ചേരുമ്പോൾ ആ ടോക്സിൻസ് സ്കിന്ന് വഴി നമുക്ക് സ്വെറ്റായിട്ട് അതിനെ പുറത്തു കൊണ്ടുവരാൻ വളരെയധികം ഹെൽപ്ഫുള്ളാണ്.